ഓണം സദ്യ സ്പെഷ്യൽ വെർമസലി പായസം വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് തയ്യാറാക്കാം. 1/4 കപ്പ് ചവ്വരി കുതിർത്തെടുത്തത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് വെന്ത് വരുമ്പോൾ മാറ്റി വെക്കാം. അതിനുശേഷം നീളത്തിലുള്ള 300 ഗ്രാം വെർമസലി ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഗോൾഡൻ നിറം ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് പാലും 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വെന്ത് വരുമ്പോഴത്തേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചവ്വരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാരയും ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് 2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് നെയ്ക്കകത്ത് വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴും നല്ല ക്രീമിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെർമസലി പായസം തയ്യാറായിട്ടുണ്ട്.